ബീഫ് ബിരിയാണി. ബീഫ് കഴുകി റെഡിയാക്കി വെച്ചു. ബീഫ് വേണ്ട, സവാദന് പഴയ സവാദൊന്നല്ല, സവാദന് മാറി ഉമ്മാണ് സഹായിക്കുന്ന കിച്ചണിൽ. ഇത് കുക്കർ ബിരിയാണിയാണ് പോലും. ഇതെങ്ങനെ സംഭവം നല്ല കണ്ടറിയേണ്ടി വരും. ഇപ്പോൾ ഇഷാമാണ് ഷെഫ്. കുക്കർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഉപ്പാപ്പി ഉമ്മാമി കാണുന്നുണ്ടതാ. ഉമ്മാക്ക് ഉള്ളി തൊളിച്ചു കൊടുക്കുന്ന കൂളിംഗ് ഗ്ലാസ് ഇട്ട് കണ്ണെരിയുന്നതായിട്ട് വരും, കണ്ണെന്ന് വെള്ളം വരുന്നതായിട്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി കുത്തിച്ചതച്ച് ഇതിനകത്തേക്ക് ഞങ്ങളിട്ട് അല്ലേ എല്ലാം കുഴച്ച് വെച്ച് കുറച്ച് മസാലപ്പൊടിയെല്ലാം ചേർത്തിട്ട് അങ്ങനെ എല്ലാം കൂടി കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഇറച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ, ഹൈദിയൊക്കെ വേറെ ഉണ്ടെന്നത്രേ. ഒരു കുക്കർ റെഡി ആയിട്ടുണ്ട്. അടുത്തതാ 2 കുക്കറിലും കൂടി മസാല റെഡി ആയിട്ടുണ്ട്. അതെങ്ങനെയുണ്ട് ടേസ്റ്റ്? ഇതാണ് ബോംബാങ് ബിരിയാണി. കുറച്ച് ലൈമ അങ്ങനെ ഇട്ട് കൊടുക്കുക. അടുത്ത കുക്കറിലും കൂടിയിട്ട് പാത്രം ചെറുതായതുകൊണ്ട് 2 കുക്കറിലായിട്ടാണ് നോക്കട്ടെ. ഗ്രാമ്പൂ, പട്ട, ചെറിയ ഫ്ലെയിമിൽ ഓരോ വിസിലടിക്കുക. ഒരു വിസിലും കൂടി അടിക്കുന്നതിന് വെക്കണം അല്ലേ. എന്താ അരമണിക്കൂർ തുറക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുക്കർ ബിരിയാണി റെഡി. ബാംബു കുക്കർ ബിരിയാണി റൈറ്റ് ആൻഡ് സ്റ്റൈൽ. അത് ഇന്നലത്തെ നെയ്ച്ചോറ് മിക്സ് ആക്കി കുക്കറിന്ന് ചെമ്പിലേക്ക് മാറ്റി. ഇതാണ് കുക്കർ ബിരിയാണി. അതടിക്കുടിച്ച് ഇറച്ചി മാത്രമേ ഉള്ളൂ, ചോറില്ല. ഈസല കാണുന്നില്ലോ, അല്ല ഈസല കാണുന്നില്ലോ, ചോറ് കാണുന്നില്ല.